കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഷേക്കാണ് കാണിക്കുന്നത്. അതായത് മസ്ക് മെലൺ കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്ക്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഇത് കുടിക്കുമ്പോൾ നല്ലതുപോലെ ദാഹം പോവുകയും ചെയ്യും. അതുപോലെ തന്നെ വൈറ്റമിനുകളുടെ ഒരു കലവറയുമാണ് ഈ ഒരു ഫ്രൂട്ട്. അതുകൊണ്ട് നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമാവും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പം അതിനായിട്ട് ഞാൻ ഒരു വലിയ ഒരു മസ്ക് മെലൺ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ അത് ഞാൻ മുറിച്ച് വെച്ചിരുന്നതാണ്. അതിൻ്റെ പുറം ഭാഗം ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും അതിൻ്റെ പുറം ഭാഗം. അപ്പോൾ അത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് കുരുവും കളഞ്ഞിട്ട് ഒരു ബൗളിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് ഇത്രയും വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇത് തൊലിയോട് ചേർന്നുള്ള ആ ഒരു പാർട്ടൊക്കെയും കളയണം കേട്ടോ, കഴിക്കരുത്. ഇനി ഇത് ഏകദേശം ഒരു 1.5 കപ്പോളം കാണും. അങ്ങനെ അളവൊന്നുമില്ല, ഞാനൊരു കപ്പളവ് വെച്ചങ്ങ് എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാല് അങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന പാലായതുകൊണ്ട് ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. നാട്ടിൽ കിട്ടുന്ന പാലാണെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് വേണം ചേർക്കാൻ. ഇത് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ട് ഫ്രീസ് ചെയ്താണ്. അത് ഞാൻ കട്ടകളായത് ഒന്ന് മുറിച്ചിട്ടതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തണുത്ത വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സും ചേർക്കാം. ഞാൻ ഐസ് ക്യൂബ്സാണ് ചേർക്കുന്നത് കേട്ടോ, എനിക്കതാണ് ഇഷ്ടം. ഒരു 6 ഐസ് ക്യൂബ്സ് ചേർക്കുവാണ് ഇതിന്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഏലക്ക പൊടിച്ചത്, അതൊരു മണത്തിന് വേണ്ടിയാണ്. പിന്നെ ഈ മസ്ക് മെലൺ എന്ന് പറയുമ്പോൾ നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മധുരം നോക്കിയേ ചേർക്കാവൂ. ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ഹണി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാനിത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാമേ. മസ്ക് മെലൺ ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റാണ്, നല്ലൊരു ദാഹശമനിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഗ്ലാസ്സിന് ഏകദേശം 3 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി നോക്കി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത ഒരു അടിപൊളി റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.